ममहनीयमहो विशेषैर्नानाविधैर्विलसितैश्च गृणामि कामम् मानादिगप्रमददायकैकहारे श्रीवासमन्दिरपते എടാ ദാ ഈ കോഫി കുടിക്കേ, കുറച്ച് റിലാക്സ് ആവാ. പിടിക്കടോ, താനൊന്നും വിചാരിക്കേണ്ടത് അങ്ങ് കുടിച്ചാൽ മതി. ഇത്ര നേരമായിട്ടും തന്നെ കുറിച്ച് താനൊന്നും പറഞ്ഞില്ല, എന്നെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഞാൻ കൃഷ്ണ, പിന്നെ നേരത്തെ കണ്ടത് ധ്രുവ. ഇനി തന്റെ പേരെന്താ? എന്താടോ ഒന്നും മിണ്ടാതിരിക്കുന്നത്? എന്തെങ്കിലുമൊക്കെ പറ. ഞാൻ ചോദിക്കണമെന്ന് കരുതതാ, പിന്നെ സ്ട്രെസ്സിൽ അങ്ങ് മറന്നുപോയി. താനെന്തിനാ നേരത്തെ ഞങ്ങളെ കണ്ടപ്പോ ഞെട്ടിയത്? എടോ എന്തെങ്കിലുമൊക്കെ ഒന്നും മിണ്ടടോ, ഇതിപ്പോ ഞാൻ മാത്രമാണല്ലോ സംസാരിക്കുന്നത്. ആ ഹലോ ധ്രുവ. ആ കൊച്ചു വല്ലതും സംസാരിച്ചോ? എവിടുന്ന്, കുറെ നേരമായിട്ട് ഞാൻ സംസാരിച്ചോണ്ടിരിക്കുക, അതൊന്നും മിണ്ടുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ ശരിയാവാ? പേരോ അഡ്രസ്സോ അല്ലാണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്ക്. ഇത്ര പെട്ടെന്ന് അവരെ വീട്ടിലേക്ക് അറിയിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഞാൻ ചോദിച്ചിട്ടുണ്ട്, പക്ഷേ ഒന്നും മിണ്ടുന്നില്ല. ഇത് വല്ലാത്തൊരു തലവേദനയായല്ലോ. ഓൾറെഡി ഞാൻ സ്ട്രെസ്സില്ല, അതിന്റെ ഇടയിൽ ഓരോ നൂലാമലകളും കൊണ്ടുവരുന്നത്. ധ്രുവ, ഞാനൊന്നും അറിഞ്ഞോണ്ടല്ലടാ. എന്താണെങ്കിലും അനുഭവിച്ചോ. നീ ഓരോ നോപ്പിച്ചു വെക്കും, അതിന് ഞാൻ പരിഹാരം കൊണ്ടുവരണം. ധ്രുവ, നിനക്കറിയാവുന്നതല്ലേ അമ്മായി വിളിച്ചെന്റെ കല്യാണം ഉറപ്പിച്ച കാര്യം. ആ സ്ട്രെസ്സിൽ വണ്ടി എടുത്ത് ഇറങ്ങിയതാ, അതിന്റെ ഇടയില ഇവളും കൂടെ വന്ന്. എനിക്കറിയില്ലടാ, നീയല്ലാതെ ഞാൻ പിന്നെ എവിടെ പോവാനാ? എന്തോന്നും ഞാൻ ജീവിതകാലം മൊത്തം ഞാൻ ഉണ്ടാവണോ? നിന്റെ മാരേജ് കഴിഞ്ഞ് നീ ആ വഴിക്ക് അങ്ങ് പോകും. പിന്നെ എന്നെ തേടി വരേണ്ട ആവശ്യമൊന്നുമില്ല. എപ്പോഴെപ്പോഴും എന്റെ പിന്നാലെ ഇങ്ങനെ കടിച്ചു കിടക്കേണ്ട ആവശ്യമില്ല. ധ്രുവ, നിനക്കറിയാന്നല്ല എല്ലാ കാര്യം. ഞാൻ നിന്നെ മാത്രമേ കിട്ടുള്ളൂ. ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞിട്ടുള്ളതാ, പിന്നെ നീ എന്താ എന്നെ മനസ്സിലാക്കാത്തത്? കൃഷ്ണ, സ്റ്റോപ്പ് ഇറ്റ്, പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. ഇനി മേലെ ഇത് ആവർത്തിക്കാൻ നിൽക്കണ്ട. ഈ ടോപ്പിക്കായിട്ട് ഒരു സംസാരം വേണ്ട, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാ. എനിക്ക് നിന്നോട് അങ്ങനെയൊന്നുമില്ല. യു ആർ ജസ്റ്റ് എ ഫ്രണ്ട്. അല്ലല്ലോ, എന്റെ വാക്കുകൾക്ക് എവിടെയാ വിലയുള്ളത്? ഓക്കെ, നിർത്തി. ഞാൻ നിന്നോട് ഇനി ഇതിനെ കുറിച്ചൊന്നും പറയില്ല, ഒരിക്കലും. എന്നാ നിനക്ക് തന്നെ നല്ലത്. പിന്നെ ആ കുട്ടീനോട് വലുതൊക്കെ സംസാരിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്ക്, വെറുതെ അവിടെ ഇരിക്കാതെ. ഞാൻ എന്തെങ്കിലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. ചേച്ചി ഫോണിൽ കൂടെ സംസാരിച്ചതെല്ലാം ഞാൻ കേട്ടു. ഞാൻ കാരണല്ലേ ഇങ്ങനെയൊക്കെ, എന്നോട് ക്ഷമിക്കണം. ഏയ്, താൻ കാരണമൊന്നല്ല, ഇത് എൻ്റെ ശ്രദ്ധകേട് കൊണ്ടുവന്നതാ. തനിക്കൊന്നും പറ്റില്ലല്ലോ ഭാഗ്യത്തിന്. പിന്നെ ധ്രുവ പറഞ്ഞതൊക്കെ മുന്നേ തൊട്ടുള്ള പ്രശ്നങ്ങളാ, അതൊന്നും കാര്യമാക്കി എടുക്കണ്ട. തന്നെ കുറിച്ച് പറയും, ഞാൻ കേൾക്കട്ടെ. തൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? തൻ്റെ പേരെന്താന്നൊക്കെ? എൻ്റെ പേര് തൻഹ. വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാ? ഏയ്, എന്ത് പറ്റി? വല്ല പ്രശ്നമുണ്ടോ? എനിക്കറിയില്ല എന്നെക്കുറിച്ച് എങ്ങനെ പറഞ്ഞു തരണം, എന്ത് പറഞ്ഞു തരണം എന്നൊക്കെ. എൻ്റെ ജീവിതം അത് ഞാൻ എങ്ങനെയാ മറ്റൊരാളോട് പറയാ? ചേച്ചിനെ ഞാൻ വിശ്വസിക്കുക. എനിക്കറിയില്ല എൻ്റെ ജീവിതം എവിടെ എത്തിത്തീരുന്നു, എന്നാലും എനിക്കെല്ലാം പറയാനൊരാൾ വേണമെന്ന് തോന്നി. ഞാൻ ചേച്ചിനെ വിശ്വസിച്ച് എല്ലാം പറയുന്നത്. എന്താ മോള് പറയുന്നൊക്കെ കേട്ടപ്പോൾ എനിക്കെന്തോ പേടിയാവുന്നു. എന്ത് പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതെങ്ങനെ വെറും പ്രശ്നത്തിലൊതുക്കാൻ കഴിയില്ല ചേച്ചി. ഞാൻ അനുഭവിച്ചത് ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോയെന്നും അറിയില്ല.
എങ്ങനെ ഞാൻ ഇത്രയും കാലം ജീവിച്ചെന്ന് പോലും എനിക്കറിയില്ല. എനിക്ക് അയ്യോ മോളെ കരയല്ലേ, പറയാൻ പറ്റുന്ന എനിക്ക് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഞാൻ ഫോഴ്സ് ഒന്നും ചെയ്യില്ല. വീട്ടുകാരുടെ നമ്പർ ഉണ്ടെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വിളിച്ച് പറയാം, കൊണ്ടുപോകാൻ വരുമല്ലോ. വീട്ടുകാരെന്ന് പറയാൻ എനിക്ക് ആരുമില്ല. അച്ഛനില്ല, അമ്മയില്ല, ചേട്ടനില്ല. എന്നെ വളർത്തിയ ആൾക്കാർ അവർ ശരിക്കും ദുഷ്ടരാ, ജഗത്മാന്മാരെക്കാളും വളരെ ദുഷ്ടരാ, അപകടകാരികളാണ്. അവരൊക്കെ എന്നെ ഉപയോഗിക്കുകയായിരുന്നു, എന്നെ പിച്ച് ചീന്തുകയായിരുന്നു. എന്താ മോളെ ഈ പറഞ്ഞു വരുന്നത്? അതായത് അവരൊക്കെ മോളെ വേറൊരു കണ്ണുകൊണ്ടാണോ കണ്ടത്, അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? അതോ ഇനി വേറെ എന്തെങ്കിലും? കഴുകന്മാരവര് എൻ്റെ ശരീരത്തെ പിച്ച് ചീന്തിയവര്. അവസാനം എനിക്കെൻ്റെ ഈ കുഞ്ഞിനെ വരെ അവർ കൊന്നു. എൻ്റെ കൺമുമ്പിൽ കൊന്ന് ഞാൻ കണ്ടു. എന്നെ നിന്ന് എൻ്റെ കുഞ്ഞിനെ അവരടത്തി മാറ്റി. മോളെന്തൊക്കെയായി പറയുന്നത്? കുഞ്ഞോ? മോക്ക് എത്ര വയസ്സായി? എനിക്ക് 19 വയസ്സായിട്ടേ ഉള്ളൂ. 19? അതിലൊരു കുഞ്ഞു നേരിടുമല്ല. അയ്യോ എന്തൊക്കെയത്? മോളെ മോളെ വിരോധനയിൽ മോളുടെ ജീവിതം ഒന്ന് പറയൂ. അയ്യോ ദൈവമേ, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത്? ഇങ്ങനെ മനുഷ്യരോ? നന്ദിയുണ്ട് ദൈവമേ ഈ കുട്ടീനെ ബാക്കി വെച്ചത്. ഇനി എന്താ ചെയ്യാ? മോളെ കരയല്ലേ മോളെ, ഇതെല്ലാം വിധിയായിട്ട് കരുത്. നമുക്ക് അവരെ കണ്ട അറിയില്ലേ, അവരെ കാണിച്ചതാ, നമുക്ക് പോലീസിനോട് പറയാം. വേണ്ട വേണ്ട, അവരെ പോലീസ് കൊണ്ടുപോട്ടെ. അവരെ പോലീസ് കൊണ്ടുപോയാൽ അവർക്ക് വലിയ ശിക്ഷയൊന്നും കിട്ടില്ല. എനിക്ക് ശിക്ഷിക്കണം. എൻ്റെ കുഞ്ഞിനെ കൊന്നവരെ എൻ്റെ കൈ കൊണ്ട് ശിക്ഷിക്കണം. ചേച്ചി ഇതാരോടും പറയരുത്. ചേച്ചിയുടെ കാല് ഞാൻ പിടിക്കാം, ആരും അറിയണ്ട. ചേച്ചി എനിക്ക് കുറച്ച് ദിവസം ഇവിടെ നിൽക്കാൻ സമ്മതിക്കണം. എനിക്ക് വേറെ എങ്ങും പോകാനില്ല. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. പ്ലീസ് ചേച്ചി, എനിക്ക് വേറെ വഴിയില്ലാത്തോണ്ട്. മോളെ എനിക്ക് മനസ്സിലാവും നിന്റെ മാനസികാവസ്ഥ. നീ പറഞ്ഞത് ശരി. ഒരു കോടതിക്കും ഒരു നിയമത്തിനും ഒരു പോലീസിനും അവർ വിട്ടുകൊടുക്കാൻ പാടില്ല. നമ്മുടെ കൈ കൊണ്ട് തന്നെ ശിക്ഷിക്കണം. അവരനുഭവിച്ച് തന്നെ മരിക്കണം. മോളുടെ കൂടെ ഞാനുണ്ടാകും. മോളെ എങ്ങോട്ടും പോകണ്ട. നിനക്ക് ഇവിടെ തന്നെ തുടരാം. നിനക്ക് എന്തിനും ഏതിനും കൂടെ ഞാനുണ്ടാകും. നിനക്കൊരു അമ്മയായി, ഒരു ചേച്ചിയായി, അനിയത്തിയായി, നല്ലൊരു സുഹൃത്തായി നിന്റെ കൂടെ ഞാനുണ്ടാകും. നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറയാം. നീ എങ്ങോട്ടും പോകണ്ട. നീ ഇവിടെ തന്നെ താമസിച്ചോ. പിന്നെ മോളെ എനിക്കിത് ധ്രുവയോട് പറഞ്ഞേ പറ്റുള്ളൂ, വേറെ നിവൃത്തിയില്ല. ഒരുപാട് നന്ദിയുണ്ട് ചേച്ചി. ഞാൻ എന്ത് പ്രതിഫലം ഇതിന് തിരിച്ചു തരണമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും തരാൻ പറ്റിയെങ്കിൽ ഞാൻ തരാം. നിന്നിൽ നിന്ന് ഒന്നും പ്രതീക്ഷിച്ചല്ല ഞാൻ നിന്നെ ഇവിടെ നിർത്തിയത്. നിന്റെ അനുഭവങ്ങളൊക്കെ എനിക്ക് മനസ്സിലാകും. നിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. ഇതുപോലെയുള്ള ചരിത്രന്മാരെയൊന്നും ഭൂമിക്ക് ആവശ്യമില്ല. നിന്റെ കൂടെ എന്തിനും ഇതിനും ഞാനുണ്ടാകും. ഒരുപാട് നന്ദിയുണ്ട് ചേച്ചി. എനിക്ക് ആരുമില്ലാത്ത ആളാ. ഇപ്പോൾ ചേച്ചിയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് ആരൊക്കെ ഉള്ളതുപോലെ തോന്നുന്നു. വിഷമിക്കണ്ട മോളെ, ദൈവം ചോദിക്കും ഇവരോടൊക്കെ. നിനക്ക് വയ്യാത്തതല്ലേ, നീ റെസ്റ്റ് എടുക്ക്. നിനക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ കൊണ്ടുവരാം, അത് കഴിക്കണേ. ഈ അവസ്ഥയിൽ എന്തൊക്കെയാ തരേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ തരാം. മോളെ പോയി കിടന്നോ. ഈശ്വര, നിങ്ങളൊക്കെ ദുഷ്ടന്മാരാണോ? ഒരാൾക്ക് ഇങ്ങനെ ജീവിതം കൊടുക്കും. ആ കുട്ടിയുടെ വിധി എന്താണത് കണ്ടിട്ട് എനിക്ക് തന്നെ സഹിക്കുന്നില്ല. അപ്പോൾ അനുഭവിച്ച അവളോ? മോളെ ഉറങ്ങിയോ? ഇത് കുറച്ച് ഫ്രൂട്ട്സും പാലാ, ഇത് കഴിക്കേ, എന്നിട്ട് ഉറങ്ങിക്കോ. ചേച്ചി എനിക്ക് ഇത്രയൊന്നും കഴിക്കാൻ കഴിയില്ല. എനിക്ക് വയറെപ്പോഴും വേദനിക്കുന്നുണ്ട്. മോക്ക് കഴിക്കാൻ പറ്റുന്നത്രയും കഴിക്കേ. ഞാൻ നല്ലൊരു ഡോക്ടറെ ഏർപ്പെടുത്താൻ ധ്രുവേനോട് പറയാം.
മോക്ക് വേണ്ട അത്രയും കഴിച്ചിട്ട് കിടന്നോ. ഞാൻ ധ്രുവനോടൊന്ന് സംസാരിച്ചിട്ട് വരാം. ഹലോ കൃഷ്ണ, എന്തായി? ആ കുട്ടി വല്ലതും സംസാരിച്ചോ? ധ്രുവ, അത് പറയാനാണ് ഞാൻ വിളിച്ചത്. പിന്നെ എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണം. ഒരു നല്ലൊരു ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറെ ഏർപ്പെടുത്താമോ? ഗൈനക്കോളജിസ്റ്റോ? നിനക്കിപ്പോൾ എന്തിനാ അവരെയൊക്കെ? ധ്രുവ, ഞാൻ ആ കുട്ടീനോട് സംസാരിച്ചു. ദൈവം ഒരാളുടെ ജീവിതം ഇത്രയ്ക്കും ഭയാനകമാക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. വാട്ട്? എന്നിട്ട് നീ സമ്മതിച്ചോ അവിടെ നിർത്താൻ? നിനക്കറിയില്ല ഇതിന്റെ പിന്നിൽ വല്ല പോലീസ് കേസിട്ട് വന്നാൽ പിന്നെ നമ്മൾ പെടും. പെടാണെങ്കിൽ പെടട്ടെ, അല്ലെങ്കിൽ ഈ ജീവിതം കൊണ്ട് എന്താ വെറുതെ നേടിയിരിക്കല്ലേ? ഒരു പെണ്ണിന്റെ ജീവിതം വെച്ചുള്ള കളിയാ. നിങ്ങൾക്കതൊന്നും അത് മനസ്സിലാവില്ല. ധ്രുവ, നിനക്ക് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമെങ്കിൽ നിൽക്കാം, അല്ലെങ്കിൽ ഇപ്പം ഈ കോൾ അവസാനിക്കാം. കൃഷ്ണ, നീ പറഞ്ഞതല്ല എനിക്ക് മനസ്സിലായി. ശരി, നിന്റെ കൂടെ ഞാൻ നിൽക്കാം. ഞാൻ നോക്കട്ടെ വിശ്വസിക്കാൻ പറ്റിയ ഏതെങ്കിലും ഗൈനക്കോളജിസ്റ്റ് ഉണ്ടോ എന്ന്. പിന്നെ ആ കുട്ടി എന്ത് പറയുന്നു? പാവണ്ട്, അതിന് വയറൊക്കെ വേദനിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഉണ്ടായിരുന്ന ഫ്രൂട്ട്സും കുറച്ച് പാലും ഞാൻ കൊടുത്തിട്ടുണ്ട്. മൊത്തം ഒന്നും കഴിച്ചില്ല, അതേ വയ്യെന്ന് പറഞ്ഞു. ഈ ഒരു അവസ്ഥയിലാണ് ആക്സിഡൻ്റ് ആയത്. ഞാനെന്തൊരു പാവിയാ ഈ അവസ്ഥയിൽ ആക്സിഡൻ്റ് ആക്കിയിട്ട്. അതിന് നല്ല പോലെ വേദനിച്ചിട്ടുണ്ടാവില്ലേ? കൃഷ്ണ, നീ സ്വയം കുറ്റപ്പെടുത്തുന്നത് നിർത്ത്. നിനക്ക് ഇതൊന്നും നേരത്തെ അറിയില്ലല്ലോ. ഇനിയിപ്പോൾ നമ്മളില്ലേ അവളുടെ കൂടെ. നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ചെല്ലേ, നീ എന്തെങ്കിലും ഭക്ഷണം എടുത്ത് കഴിച്ചിട്ട് പോയി കിടക്കാം. ഞാൻ എന്തായാലും നാളെ വരാം അങ്ങോട്ട്. എന്തായിടാ, ആ കുട്ടി എണീറ്റോ? കാലത്ത് എണീറ്റായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു കുറച്ചും കൂടെ കിടന്നോ, ഞാൻ ഫുഡായിട്ട് വിളിക്കാന്ന്. ഇപ്പൊ ഉറങ്ങാൻ തോന്നുന്നു. പിന്നെ ഞാൻ ഡോക്ടറെ കുറിച്ച് കുറേ അന്വേഷിച്ചു. ബട്ട് നല്ലൊരാളെ എവിടെ നിന്ന് കിട്ടാനാ? വിശ്വസിക്കണ്ടേ? ഈ കാര്യമായിട്ട് ഇനി പുറത്തുവന്നാൽ പിന്നെ അതിൻ്റെ പേരിൽ കേസാവും. അതുകൊണ്ട് ഞാനൊന്നും തീരുമാനിച്ചു. മുന്നേ ഞാൻ പറഞ്ഞിട്ടില്ലേ ദീപകിനെ കുറിച്ച്? ആളുടെ വൈഫ് ഗൈനക്കോളജിസ്റ്റാ. അപ്പോൾ ആളോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. സംഭവം ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. എന്നാലും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റിയ ഒരാൾ എനിക്ക് അവരായിട്ടാണ് തോന്നിയത്. ഇവളുടെ കാര്യമെല്ലാം ഞാൻ പറഞ്ഞപ്പോൾ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഈ കുട്ടീനെ കണ്ടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഇന്ന് ഉച്ചയോടെ എത്തിയിരിക്കും. ധ്രുവ, ഈ കാര്യം പുറത്തിറങ്ങിയ അവളുടെ ഇമേജിനല്ലേ ബാധിക്കുക. അപ്പൊ പിന്നെ എന്തിനാ നീ അങ്ങനെ പറയാൻ പോയത്? ഞാനതിന് അവളുടെ ജീവിത ചരിത്രമല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അവളുടെ കല്യാണം കഴിഞ്ഞ് അവൾക്ക് കുട്ടി ഉണ്ടായി, അറിയാത്ത സ്റ്റെപ്പിൽ നിന്ന് വീണ് കുഞ്ഞു പോയി, അതോടെ അവളുടെ ഹസ്ബൻഡ് അവളെ ഉപേക്ഷിച്ചു എന്നാ പറഞ്ഞത്. പിന്നെ എന്നോട് ചോദിച്ചായിരുന്നു നമുക്കെങ്ങനെ ഇവളെ പരിചയമെന്ന്. ഞാൻ ആക്സിഡൻ്റെ കാര്യം പറഞ്ഞു. എന്തായാലും ഡോക്ടറോട് തന്നെ പറഞ്ഞാൽ മതി. പിന്നെ പുറത്തുനിന്ന് വല്ല ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിന്റെ വല്ല ബന്ധുവാണെന്ന് പറഞ്ഞാൽ മതി. എന്നാ കഴിക്കാൻ ഞാൻ ഫുഡ് എടുക്കട്ടെ? വേണ്ട, ഞാൻ കഴിച്ചിട്ടാ വന്നേ. എന്തിനാടാ എന്നോട് കള്ളം പറയുന്നത്? നീ ഒന്നും കഴിച്ചില്ലെന്ന് എനിക്കറിയാം. ഞാൻ എന്തായാലും ഫുഡ് എടുക്കാം, നീ അന്ന് കഴിക്കേ. അവളെന്തേ വിളിക്കേ? അവളൊന്നും കഴിച്ചില്ലല്ലോ. എടോ, താനൊന്ന് റിലാക്സ് ആക്കി കഴിക്കേ. എന്നെ കണ്ടിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കണ്ട. ഞാൻ അത്ര വലിയ സംഭവമൊന്നുമല്ല. കൃഷ്ണ എല്ലാം എന്നോട് പറഞ്ഞു. താനെന്തായാലും ഇനി പഴയ കാര്യങ്ങളൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ഇനി മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ആലോചിക്കേ. താൻ എവിടം വരെ പഠിച്ചു? തനിക്ക് മുന്നോട്ട് പഠിക്കണമെങ്കിൽ ഞങ്ങൾ നിന്നെ ചേർക്കാം. എവിടെയെങ്കിലും പഠിക്കണമെങ്കിൽ പറഞ്ഞോ. എല്ലാ കാര്യങ്ങളും അത്ര പെട്ടെന്ന് മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ കഴിയില്ല ചേട്ടാ. ഇനി എന്തായാലും മുന്നോട്ട് ജീവിച്ചല്ലേ പറ്റൂ. എനിക്കെന്തായാലും തുടർന്ന് പഠിക്കാൻ പറ്റില്ല. വിരോധമില്ലെങ്കിൽ എനിക്കൊരു ജോലി ഒപ്പിച്ച് തരുമോ? ജോലിക്ക് പോകാനോ? എന്തിനാ മോളെ ഇപ്പൊ ജോലിക്ക് പോകുന്നത്? ദേ നോക്ക്, പണത്തിന് ഇവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല. നിന്നെ നോക്കാനുള്ള കഴിവൊക്കെ എനിക്കുണ്ട്. അതുകൊണ്ട് ജോലിക്കൊന്നും പോകണ്ട. കൃഷ്ണ പറഞ്ഞത് അതിന്റെ ശരി. നിന്നെ നോക്കാൻ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. നീ ഇവിടെ ഒരു അധികപ്പെട്ടാന്ന് കരുതേ വേണ്ട. നീ ഞങ്ങളുടെ സ്വന്തം അനീതിയെ പോലെ. അല്ല, അനീതി തന്നെയാ. ദേ നോക്ക്, ഇപ്പൊ നീ ചെറുപ്പാ, പഠിക്കേണ്ട പ്രായ. നിനക്ക് ഇഷ്ടമുള്ള കോഴ്സ് ഏതാന്ന് വെച്ചാൽ അതിരുന്ന് പഠിച്ചോ. ഇവിടെ അതിനാർക്കും എതിർപ്പില്ല. ചേട്ടാ, ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടല്ല പറഞ്ഞത്. പഠിക്കാൻ പോയാൽ പഴയ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരും. അപ്പോൾ എനിക്ക് പഠിക്കാൻ ശ്രദ്ധ കിട്ടില്ല. ജോലിക്ക് കയറി കഴിഞ്ഞാൽ അതിൻ്റെ തിരക്ക് ഞാൻ എല്ലാം മറന്നു പോകും. പഴയ കാര്യങ്ങളൊന്നും ഓർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ചേട്ടാ. അതുകൊണ്ടാണ് ഞാനൊരു ജോലി അന്വേഷിക്കുന്നത്. ജോലിയിലാണെങ്കിൽ അതിൻ്റെ തിരക്കിൽ അങ്ങനത്തങ്ങ് മാഞ്ഞു പോകും. പ്ലീസ് ചേട്ടാ, എതിർപ്പൊന്നും പറയല്ലേ. എനിക്കൊരു ജോലി മതി. പോ. ഞാൻ അന്വേഷിക്കാം.
മോള് കഴിച്ചോ? ഞാൻ മോക്ക് വേണ്ടി ജോലിയെക്കുറിച്ച് കുറേ ആൾക്കാരോട് അന്വേഷിച്ചു. അവർക്ക് പല ജോലികളും പറയുന്നുണ്ട്. പിന്നെ പറഞ്ഞു ക്വാളിഫിക്കേഷനും കൂടെ നോക്കുമെന്ന്. +2 പാസ്സാണല്ലോ, പക്ഷേ സർട്ടിഫിക്കറ്റ് ഒന്നും കയ്യിലില്ലല്ലോ. അതുകൊണ്ട് ഓഫീസ് ജോബിലേക്കൊന്നും കയറാൻ കഴിയില്ല. പിന്നെ നോർമൽ ഷോപ്പിലൊക്കെ സ്റ്റാഫായി നിൽക്കാനാ ജോബ്. അതൊന്നും വേണ്ട ഞാൻ പറഞ്ഞു. ഇവിടെ ചെറുപ്പമല്ലേ. അല്ല ചേട്ടാ, എനിക്ക് കുഴപ്പമില്ല, ഞാൻ അവിടെ ജോലി ചെയ്തോളാം. അതങ്ങനെയല്ല മോളെ. കാര്യത്തിന്റെ ഗൗരവം നിന്നോട് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. നീ ചെറുപ്പാ. ഇവിടെ ചുറ്റിലുള്ള ആൾക്കാർ ചൂഷണം ചെയ്യാനേ നോക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞത്. വേറെ നല്ല ജോബ് ഉണ്ടാവും. ഹലോ ദീപക്. മോളെ, നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ധ്രുവ എന്തായാലും നല്ലൊരു ജോബ് കണ്ടുപിടിച്ചോണ്ട് വരും. എന്തായാലും ഈ സ്റ്റാഫ് പണിക്കൊന്നും പോകണ്ട, അതൊന്നും ശരിയാവില്ല. അതൊക്കെ വിടടാ. ഇവിടെ വെറുതെ ഇരുന്നിട്ട് ബോറടിക്കുന്നുണ്ടാവൂലേ? ബോറുണ്ടോന്നൊക്കെ ചോദിച്ചാ ചേച്ചി എന്തായാലും പാചകം ചെയ്യാൻ പോവല്ലേ, ഞാനും കൂടെ വരട്ടെ. എനിക്ക് ഉണ്ടാക്കാൻ അറിയാവുന്നതൊക്കെ ഞാൻ ഉണ്ടാക്കി തരാം. അത് നല്ലൊരു തീരുമാനം. എന്തായാലും ബോറടി മാറാൻ ഒരു കാര്യമായല്ലോ. വാ, നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാം. കൃഷ്ണ. ദീപക് എന്നെ ഇപ്പൊ വിളിച്ചായിരുന്നു. ഞാൻ അവനോടും കൂടെ പറഞ്ഞായിരുന്നു ഒരു ജോലി അന്വേഷിക്കാനായിട്ട്. എന്നിട്ട് എന്തായി, കിട്ടിയോ? അവൻ പറഞ്ഞു അവൻ ഇംഗ്ലണ്ടിൽ വർക്ക് ചെയ്തപ്പോൾ അവനൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്രണ്ട് വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ CEO, അയാളുടെ മദർ കൺട്രി നമ്മുടെ ഇന്ത്യയാണ്. സോ ഇവിടേക്ക് എന്തോ ആവശ്യത്തിന് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് അയാൾക്ക് താമസിക്കാൻ ഒരു അപ്പാർട്ട്മെന്റ് ഏർപ്പാടാക്കണമെന്ന് പറഞ്ഞു. കൂടെ ഒരു 3 സ്റ്റാഫിനും വേണമെന്ന് പറഞ്ഞു. ഏട്ടാ, എങ്കിൽ സ്റ്റാഫായിട്ട് ഞാൻ നിന്നാ മതിയോ? അതൊന്നും വേണ്ട മോളെ. അയാളെക്കുറിച്ച് കേട്ടപ്പോൾ തന്നെ എനിക്ക് പേടിയായി. അയാൾ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, റൂഡാണ്. പിന്നെ പെർഫെക്റ്റ് ആയിരിക്കണം എല്ലാ കാര്യങ്ങളും. എന്തെങ്കിലും പിഴവ് വന്നാൽ അപ്പം തന്നെ ദേഷ്യം വരുന്നു പറഞ്ഞു. അങ്ങനെയുള്ളടത്തേക്ക് ഞാൻ എങ്ങനെ മോളെ വിടുക? ഏട്ടാ, എനിക്ക് തോന്നുന്നു എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഇത് തന്നെ നല്ല ജോബെന്ന്. അത്രയും പെർഫെക്ഷൻ വേണമെങ്കിൽ എൻ്റെ മൈൻഡിനെ അത്രയും പെർഫെക്റ്റ് ആക്കണ്ടേ? അപ്പോൾ മൈൻഡിലെ കോൺസെൻട്രേഷൻ ഇതിൽ തന്നെ ആയിരിക്കും. പഴയ കാര്യങ്ങളൊന്നും ഓർക്കാതിരിക്കാൻ പറ്റും. പക്ഷെ മോളെ, അയാൾ പറയുന്ന കണ്ടീഷൻസ് ഒക്കെ ഫോളോ അപ്പ് ചെയ്തേ പറ്റുള്ളൂ. അല്ല, എന്തൊക്കെയാ കണ്ടീഷൻ എന്ന് പറഞ്ഞേ? മോർണിംഗ് 8 തൊട്ട് ഈവനിങ് 6 വരെ ആയിരിക്കും വർക്കിംഗ് ടൈം. ഷാർപ്പ് ടൈം ആയിരിക്കണം. 8 മണിക്ക് അവിടെ എത്തുകയും വേണം. അതേപോലെ 6 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങുകയും വേണം. പിന്നെ പഞ്ചുവലായിരിക്കണം, വെൽ ഡ്രസ്ഡ് ആയിരിക്കണം. പിന്നെ അയാൾ അബ്രോഡിലാണല്ലോ വളർന്നതും ജോലി ചെയ്യുന്നതൊക്കെ. സോ ഇവിടുത്തെ ഭാഷയൊന്നും അത്രയ്ക്ക് പിടി കിട്ടില്ല. സോ ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മോളെ, അത്രയും മോക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയോ? ഓ, ഞാൻ ഇംഗ്ലീഷുകാരുടെ അത്രയും ഫ്ലുവൻ്റ് അല്ലെങ്കിലും സംസാരിക്കും. എനിക്ക് ഇംഗ്ലീഷൊക്കെ അറിയാം. ആണോ? എന്നാ അയാൾക്ക് ഇവിടെ ഒരു അപ്പാർട്ട്മെന്റ് വേണമെന്ന് പറഞ്ഞു. ഞാനെന്നാ ഇവിടെ അടുത്തുള്ള ഒരു അപ്പാർട്ട്മെന്റ് നോക്കട്ടെ. അതാകുമ്പോൾ മോക്ക് പോയി വരാൻ എളുപ്പമായിരിക്കും. അല്ല, എന്ന് ജോയിൻ ചെയ്യണമെന്നാ പറഞ്ഞേ? 3 days കഴിയുമ്പോൾ അയാൾ ഇവിടേക്ക് വരുന്ന പറഞ്ഞത്. അപ്പോൾ അന്ന് ജോയിൻ ചെയ്യാൻ നിൽക്കുക. ആണോ? എന്നാ ഈവനിങ് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോവേ. ഇവക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കട്ടെ. എന്തായാലും വെൽ ഡ്രസ്സ് വേണമെന്നല്ല പറഞ്ഞത്. അപ്പൊ എന്റെ കുട്ടിക്ക് ജോലി കിട്ടി. ഇനി പഴയതൊന്നും ആലോചിക്കണ്ട, പുതിയ ജീവിതത്തിലേക്ക് കിടക്കാം. ഓക്കെ? Feel the ground shaking underneath, trying to take me alive.